നാരായണ 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 ശ്രീ സീതാരാമേന്ദ്രന്മാരെ ശരണം ശ്രീ ഗുരുവായൂരപ്പ നാരായണ 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 ഗുരുവായൂരപ്പ. ഓം ശ്രീമദ് അധ്യാത്മരാമായണം ബാലഭാഷിതം സ്വതന്ത്രം. അതിൽ ഉത്തരകാണ്ഡത്തിലെ 5-ാമത്തെ സർഗം രാമഗീത. ശ്രീരാമൻ ലക്ഷ്മണന് കൊടുക്കുന്ന ഉപദേശമാണ്. അപ്പം അതിൽ ഭഗവാൻ തൻ്റെ കുലത്തിലെ രാജാക്കന്മാരുടെ കഥകളൊക്കെ വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിൽ നൃഗൻ്റെ കഥ ഒന്ന് വിസ്തരിച്ച് പറയണു. ഇങ്ങനെയൊക്കെ മറ്റുള്ളവരുടെ പല ഭക്തന്മാരുടെയും അനുഭവങ്ങളെ പറഞ്ഞുകൊണ്ട് അവരൊക്കെ നമ്മുടെ കുലത്തിൽ ജനിച്ചതായിരുന്നു എന്ന് ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞു. അവരാൽ സ്വീകരിക്കപ്പെട്ടതായിട്ടുള്ള ഭക്തി മാർഗം അതിനെ ഇന്ന രീതിയിൽ എന്ന് ആത്മതത്വ ഉപദേശമായിട്ട് ഭഗവാൻ ശ്രീരാമൻ ലക്ഷ്മണന് കൊടുക്കുന്ന ഉപദേശമായിട്ടാണ് ഉത്തരകാണ്ഡത്തിൽ സർഗം 5 ആയിട്ട് രാമഗീത പറയണത്. അധ്യാത്മരാമായണത്തിലെ സംസ്കൃതം മൂലം അതിൻ്റെ പരിഭാഷയായിട്ടാണ് ഇത് എഴുതിയിട്ടുള്ളത്. അതൊന്ന് വായിക്കാം. ഓം ശ്രീ മഹാദേവൻ പറഞ്ഞു. ലോകത്തിൽ മംഗളം കാക്ഷിച്ചു ശ്രീരാമൻ ആചരിച്ചു സ്വന്തം ധർമ്മത്തെ വേണ്ട പോൽ രാമായണ കീർത്തി പൊക്കി വ്യോമ സമം രാജർഷിയായി കർമ്മയോഗത്താൽ ശ്രീഹരി. ശ്രീരാമൻ്റെ പ്രത്യേകതയാണ് ആദ്യം പറഞ്ഞത്. മഹാദേവൻ ശ്രീപാർവതിയോട് പറയുകയാണ്, ശ്രീരാമൻ അവതാരം സ്വീകരിച്ചത് തന്നെ അതി ആപത്താണ് എന്ന് കാണിക്കാനാണ്. അപ്പോൾ ഒരു മർത്യൻ ഭൂമിയിൽ ബ്രാഹ്മണനായിട്ടോ ക്ഷത്രിയനായിട്ടോ വൈശ്യനായിട്ടോ ശൂദ്രനായിട്ടോ ജനിച്ചു കഴിഞ്ഞാൽ അവരവരുടേതായിട്ടുള്ള ധർമ്മത്തെ ആചരിക്കുക തന്നെ വേണം എന്ന് രാമൻ സ്വയം അത് ചെയ്ത് കാണിച്ചു തന്നു. തത്വങ്ങളോരോന്നായി സൗമിത്രി ചോദിച്ചു തത്വം പറയും കഥകളെ രാമനും സൂര്യവംശസ്ഥിത ഭക്തരാജാക്കൾ തൻ ദിവ്യോപദേശ കഥകളെ ഓതിനാൻ. ലക്ഷ്മണൻ ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ അതിന് ഉത്തരമായിട്ടാണ് തൻ്റെ പൂർവികരുടെ കഥ രാമൻ പറയണത്. സൗമിത്രിയോടു പറഞ്ഞു, നൃഗരാജൻ ധർമ്മിഷ്ഠനെങ്കിലും കർമ്മവശകനായി തിര്യക്കിൻ ദേഹത്തിൽ വാഴേണ്ടി വന്നല്ലോ ദത്താപഹാരത്തെ ചെയ്തോരു തെറ്റിനാൽ. എല്ലാവർക്കും അറിയാവുന്ന കഥയാണ് നൃഗ കഥ. ധാരാളം പശുദാനം ചെയ്തു. പശുദാനം മാത്രമല്ല കേട്ടോ, അദ്ദേഹം എല്ലാ വിധത്തിൽപ്പെട്ടതായിട്ടുള്ള ഈ യജ്ഞ യാഗ പൂജ ഹോമ ദാന വ്രത ഉപവാസ അങ്ങനെയില്ല എല്ലാവിധ ഈ ഈശ്വര സേവകളും ചെയ്തു. ദാനം കുറച്ച് അധികമായിട്ട് ചെയ്തു. അപ്പോൾ അതിൽ പശുദാനം കുറച്ചധികം ചെയ്തു എന്ന് പറയാണ്. അതിൽ കുറച്ച് വിശേഷ വിധിയോടുകൂടി തന്നെയാണ് ചെയ്തേർന്നത്. രാജാവിന് ധാരാളം ധനമുണ്ട്. അപ്പോൾ പശുവിൻ്റെ കൊമ്പ് സ്വർണം കൊണ്ട് കെട്ടി, കുളമ്പ് വെള്ളി കൊണ്ട് കെട്ടി, ഈ വീരാളിപ്പട്ടമൊക്കെ അല്ലെങ്കിൽ മറ്റേ കൗശയപ്പട്ടമൊക്കെ പുതപ്പിച്ച്, പിന്നെ കറവപാത്രങ്ങൾ, ഈ പശുവിന് മേയാനുള്ള സ്ഥലം, പുൽമേട്, അങ്ങനെ എല്ലാം കൂടിയിട്ട് വേണം കൊടുക്കാനായിട്ട്. അങ്ങനെയാണ് ഈ കോടി പശുദാനം ചെയ്തിറക്കണത്. അപ്പോൾ അതിൽ ഒരു പശു അറിയാതെ കണ്ട് ഒരു ബ്രാഹ്മണൻ്റെ തൊഴുത്തിൽ നിന്ന് മറ്റൊരു ബ്രാഹ്മണൻ്റെ കയ്യിലേക്ക് അകപ്പെടുകയാണ്. അതെങ്ങനെയാ വെച്ചാൽ ആ തൊഴുത്തിൽ നിന്നും പോയതായിട്ടുള്ള ഈ പശു രാജാവിൻ്റെ കൊട്ടാരത്തിൽ വീണ്ടും എത്തി, രാജാവിൻ്റെ തൊഴുത്തിലെത്തി. രാജാവ് ദാനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പശുവും മറ്റൊരു ബ്രാഹ്മണന് കൊടുക്കപ്പെട്ടു. അപ്പോൾ ഒരു ബ്രാഹ്മണന് കൊടുത്തത് ഇങ്ങോട്ട് വന്നത് അറിയാതെ കണ്ട് മറ്റൊരു ബ്രാഹ്മണന് കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് കൊടുത്തതിനെ തിരിച്ചെടുക്കുക എന്ന ദത്ത അപഹാരം, കൊടുത്തതിനെ കട്ടെടുത്തു എന്നുള്ളൊരു തെറ്റ് വന്നു. രാജാവ് അറിഞ്ഞിട്ടല്ല, പക്ഷേ എങ്കിലും അത് അറിഞ്ഞു മനസ്സിലായി. കാരണം ഈ ആദ്യത്തെ ബ്രാഹ്മണൻ തൻ്റെ പശുവാണ് എന്നുള്ളത് മറ്റേ ദാനം കിട്ടിയ ഈ ബ്രാഹ്മണൻ കൊണ്ടുപോകുമ്പോൾ മനസ്സിലാക്കിയപ്പോൾ ഇത് എൻ്റെ പശുവാണല്ലോ എന്ന് പറഞ്ഞു. അല്ല, എനിക്കിതിപ്പോൾ രാജാവ് തന്നതാണ് എന്നായി. രണ്ടുപേരും രാജാവിൻ്റെ അടുത്ത് എത്തി. അബദ്ധം മനസ്സിലായി. രണ്ടുപേർക്കും പകരം 1,00,000 പശുക്കളെ തരാം എന്ന് പറഞ്ഞു. രണ്ടുപേരും അത് കൂട്ടാക്കിയില്ല. എനിക്ക് കിട്ടിയതിനെ ഞാൻ സാധാരണഗതിയിൽ മരിക്കുന്നവരെ ശുശ്രൂഷിക്കുകയാണ് പതിവ് എന്ന് രണ്ടുപേരും ഒരേപോലെ തന്നെയാണ് പറയണത്. അപ്പോൾ അതിനെ പരിഹരിക്കാൻ നിവർത്തിയില്ല.
എനിക്ക് കിട്ടിയതിനെ തന്നെ മതി എന്ന് വാങ്ങിയാളും കൂടി പറഞ്ഞോട് കൂടിയിട്ട് എന്നാൽ അതിന് പകരം 1,00,000 വാങ്ങിയാൽ മതി. പക്ഷേ അതുണ്ടായില്ല. ദത്താപഹാരത്തിന് പരിഹാരമില്ല. ഇനി എന്ത് ചെയ്യേണ്ടു എന്നായി. അങ്ങനെ രാജാവ് പിന്നീടും ദാനധർമ്മങ്ങളും മറ്റ് എല്ലാ ധർമ്മങ്ങളും ചെയ്തു വെച്ചാലും മരണസമയം വന്നു കഴിഞ്ഞപ്പോൾ യമധർമ്മരാജാവ് ചോദിച്ചു, അങ്ങക്ക് ആകെ ഒരേ ഒരു തെറ്റേ പറ്റിയിട്ടുള്ളൂ, അത് ഇതാണ്. എല്ലാ സുഖങ്ങളും അനുഭവിച്ച് ഒടുക്കം ഇത് അനുഭവിക്കുന്നുവോ അതോ ആദ്യം ഈ ശിക്ഷ അനുഭവിക്കുന്നുവോ എന്ന് ചോദിച്ചു. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നന്നു വെച്ചാൽ ആദ്യം ശിക്ഷ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഓന്തായി തീരാനാണ് ആജ്ഞ കിട്ടിയത്. അങ്ങനെ ഓന്തായിട്ട് യദുകുലത്തിൽ വൃന്ദാവനത്തിൽ അവിടെ ഭഗവാന്റെ സാമീപ്യം കിട്ടാൻ എന്ന് കൂട്ടുക. അവിടെ ഒരു കിണറ്റിൽ ഓന്തായിട്ട് കിടന്നു. കിണറ്റിൽ വെള്ളമില്ല, അതിനേക്കാൾ കൂടുതൽ വലുതായിട്ട് നിൽക്കുകയാണ് ഈ ഓന്ത്. കുട്ടികൾ കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പന്ത് കിണറ്റിൽ പോവുക അങ്ങനെ എന്തോ ചെയ്തു. അപ്പോഴാണ് ഈ ഓന്തിനെ കണ്ടത്. അവർക്ക് എടുക്കാൻ കൂട്ടിയിട്ട് പറ്റിയില്ല, അതിൻ്റെ വലിപ്പം അത്രയും കൂടുതലുണ്ട്. ഭഗവാൻ വന്നു, തൻ്റെ ഇടത്തെ കൈ ഒന്ന് നീട്ടി ആ ഓന്തിനെ പുറത്തേക്ക് എടുത്തു. ഓന്തിന് ഭഗവാന്റെ സ്പർശം കൊണ്ട് ശാപമുക്തിയാണ്. അപ്പോൾ അത് ശാപമല്ല, ശിക്ഷാമുക്തിയാണ്. അപ്പോൾ അത് മുക്തി കിട്ടി, ഭഗവാനെ സ്തുതിച്ചു, മുക്തി നേടുകയും ചെയ്തു. ഈ ഓന്തൽസൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ദാനത്തിനും ഇപ്രകാരത്തിൽ ചിലപ്പോൾ അബദ്ധം സംഭവിക്കാം, ശുദ്ധിയില്ലായ്മയാണ്. അപ്പോൾ അതിനെ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രീകൃഷ്ണൻ ആ കുട്ടികളോട് ഒപ്പമുള്ള ഗോപന്മാരോടും ആ കുട്ടികളോടൊക്കെ ഒന്ന് പറഞ്ഞു, ഇത് ദത്താപഹാരം കൊണ്ട് സംഭവിച്ചതാണ്. അറിയാതെ കണ്ട് തെറ്റ് ചെയ്താൽ പോലും ഇത്രയും വലിയ ശിക്ഷയാണ്. അപ്പോൾ അറിഞ്ഞിട്ട് ചെയ്താലോ? കുട്ടികളെ, നിങ്ങളാരും ബ്രാഹ്മണൻ്റെ മുതലോ ദേവസ്വം ആയിട്ടുള്ള ദേവൻ്റെ മുതലോ എടുക്കരുത്. എടുത്തു കഴിഞ്ഞാൽ അത് കുലം നശിപ്പിക്കും. അപ്പോൾ അറിയാതെ കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ ഒരാളെ നശിക്കുള്ളൂ. അറിഞ്ഞിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു കുലം മുഴുവൻ നശിക്കും. അതും 3 തലമുറയ്ക്ക് അതിൻ്റെ ശാപം. പിന്നെ ബലം പ്രയോഗിച്ചിട്ടാണെങ്കിൽ അത് 10 കുലമായി, 10 തലമുറയായി, അങ്ങനെ കൂടുതൽ വരും. അപ്പോൾ മറ്റാളെ വധിക്കുക അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ ക്രൂരത ചെയ്തുകൊണ്ട് അതിനൊക്കെ ഒരിക്കലും ക്ഷമ എന്നുള്ളത് കിട്ടുകയേ ഇല്ല. അത്രയും ദുരിതം അനുഭവിക്കും. അതുകൊണ്ട് അത് ചെയ്യരുത് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുട്ടികൾ അതെല്ലാം കേൾക്കുകയും ചെയ്തു. ഇങ്ങനെ ശ്രീരാമൻ നൃഗൻ്റെ കഥ ആദ്യമേ പറഞ്ഞു. അതിന് ശേഷമാണ് കുറച്ചും കൂടി ഉപദേശങ്ങൾ വേണം എന്ന നിലയ്ക്ക് പറയണത്. അപ്പോൾ ആ രംഗത്തിലേക്ക് നമുക്ക് എത്താം. ആദ്യം ഈ കഥ വായിക്കാം. ശ്രീ സീതാരാമചന്ദ്രാഭ്യാം നമോ നമ. ഓം. സൗമിത്രിയോടു പറഞ്ഞു നൃഗരാജൻ, ധർമ്മിഷ്ഠനെങ്കിലും കർമ്മവശകനായി തിര്യക്കിൻ ദേഹത്തിൽ വാഴേണ്ടി വന്നല്ലോ. ദത്താപഹാരത്തെ ചെയ്തോരു തെറ്റിനാൽ ദാനവ്രതൻ പശുദാന സമയത്ത് മറ്റൊരു ബ്രാഹ്മണനേകിയൊരു പശു രാജാവിൻ ഗോധന കൂട്ടത്തിൽ വന്നെത്തി. ഒട്ടുമറിയാതെ വിപ്രനു നൽകിയ ഗോവിൻ അവകാശം ആദ്യത്തെ ബ്രാഹ്മണൻ ഉന്നയിച്ചപ്പോൾ അബദ്ധം മനസ്സിലായി. രാജാവ് ചൊല്ലി, പകരം 1,00,000 ഗോക്കളെ നൽകാം ഈ പാപനാശത്തിനായി. രണ്ടാളും കേട്ടില്ല. ദുഃഖിതനായി നൃപൻ പശ്ചാത്തപിച്ചു, പരിഹാരമെന്തിനി? കാലം കഴിഞ്ഞു നൃഗൻ വിട്ടു ദേഹത്തെ കാലപുരിക്കെത്തി കാരണദേഹിയായി. മൃത്യുദേവൻ ചൊല്ലി, ഓന്താകുവാൻ നൃഗ കൃഷ്ണൻ സവീധത്തിലെത്തും വരെ ഭവാൻ. രാജാ നൃഗനോടായി ധർമ്മൻ ക്ഷമയോധി, ലക്ഷ്മണ നമ്മുടെ പൂർവികർ ധന്യരായി. പിന്നീട് ശ്രീകൃഷ്ണ സ്പർശത്താൽ മുക്തനായി കൃഷ്ണനോദി അപ്പോൾ ഗോപരോടിങ്ങനെ, ബ്രഹ്മസ്വം ദേവസ്വം കട്ടെടുത്താൽ ഫലം കുംഭിപാകം കുലനാശം സതീർത്ഥ്യരേ. കാളകൂടത്താൽ അവൻ മാത്രം ചത്തിടും, ദിവ്യധനം തൊട്ടാൽ സർവനാശം ഫലം. നാശം 21 തലമുറ പാപികളായി തീരും മേലെയും കീഴുമായി. മറ്റൊരിക്കൽ രാമനോടായി ശ്രീലക്ഷ്മണൻ ഭക്ത്യാദരപൂർവം കാൽക്കൽ നമിച്ചോതി, ശുദ്ധബുദ്ധേ പരമാത്മാവാം സാക്ഷിയായി ജീവജാലത്തിൽ വസിക്കും മഹാമതേ. ഇപ്പോൾ വീണ്ടും പറയാണ്, ഭക്തിയോട് കൂടിയിട്ട് ശ്രീരാമൻ അവിടെ ഭഗവാൻ എന്ന് കണ്ടുകൊണ്ടാണ് ലക്ഷ്മണൻ എനിക്ക് ജ്ഞാനം തരണേ എന്ന് പ്രാർത്ഥിക്കുന്നത്. എല്ലാ ജീവജാലങ്ങളിലും ഭഗവാൻ വസിക്കുകയാണ്. അപ്പോൾ ഒരു വ്യാപനശീലം. അതേപോലെ തന്നെ ഭഗവാൻ ഈ സ്വയം സൃഷ്ടിച്ചു എന്നാണ് പറയാറ്. ബ്രഹ്മാവിനെ കൊണ്ട് സൃഷ്ടിച്ചു എന്നത് അതൊരു ലീല, അത്രയേ ഉള്ളൂ. എന്നിട്ട് അതിൽ തന്നെ പ്രവേശിച്ചു അപ്രവേശിതനായിട്ട് നിന്നു. അങ്ങനെയാണ്.
അങ്ങനെയുള്ള ഭഗവാനെ എനിക്ക് അങ്ങയുടെ അടുത്ത് വന്ന് അനവധി ഭക്തന്മാർ ജ്ഞാനത്തെ നേടുന്നു. അത് പൂക്കളിൽ നിന്നും വണ്ട് തേൻ സ്വീകരിക്കുന്ന കൂട്ടത്തിൽ അങ്ങയിൽ നിന്നും ഈ ജ്ഞാനത്തെ നന്നായിട്ട് തന്നെ മനസ്സിലാക്കണം. അതുപോലെ എനിക്കും സംസാരം താണ്ടാനുള്ള ആ വഴി പറഞ്ഞു തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തേൻ കുടിക്കാൻ വരും വണ്ടുപോൽ ജ്ഞാനികൾ ആകാരമില്ലാത്തൊരാത്മാവിൻ കാൽകളിൽ വീഴുന്നു മോക്ഷത്തിനെന്നും കൊതിക്കയാൽ ഞാനും ഈ കാൽക്കൽ നമിക്കുന്നു ശ്രീഹരേ. സംസാരം താണ്ടുവാൻ യോഗികൾ ധ്യാനിക്കും തൃപ്പാദപത്മത്തിൽ ഞാനും ഇതാഹരേ. മുക്തനായി തീരുവാൻ സാഷ്ടാംഗം വീഴുന്നു ജ്ഞാനോപദേശം തരേണമേ എന്നുള്ള സൗമിത്രി വാക്യത്തെ കേട്ടു നാരായണൻ ലോകോപകാരാർത്ഥം തന്നെ വാക്കിനാൽ ആർത്തനും അർത്ഥിക്കും ജിജ്ഞാസുവിനുമായി ജ്ഞാനിക്കും വേണ്ടത് നൽകാൻ കൊതിക്കയാൽ വേദാനുസാരമാം വിജ്ഞാന സന്ദേശം അജ്ഞാനം തീർക്കാനായി ചൊല്ലിത്തുടങ്ങിനാൻ. അപ്പോൾ ദുഃഖിതനായിട്ടുള്ളവർക്കും പിന്നെ ഇഹലോക സുഖം വേണം എന്നുള്ളവർക്കും പിന്നെ ജ്ഞാനത്തെ നേടണം എന്നുള്ളവർക്കും അതേപോലെ ജ്ഞാനം നേടിയവർക്കും വേണ്ടിയിട്ട് ഈ വേദം പറഞ്ഞതെന്തോ അതിൻ്റെ ഗൂഢമർമ്മ ലക്ഷ്യങ്ങളെ മുഴുവൻ നന്നായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കാൻ നിശ്ചയിച്ചു. അത് ലക്ഷ്മണന് വേണ്ടിയിട്ടല്ല, ലോകഹിതത്തിന് വേണ്ടിയിട്ട്, ലോകർക്ക് എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ്. പുത്ര നാമാദ്യത്തിൽ സ്വന്തം കുലധർമ്മം നഷ്ടം വിടാതെ ശ്രമപ്പെട്ടു ചെയ്യണം. ആദ്യത്തെ ഉപദേശമാണ്. ഇവിടെ ലക്ഷ്മണ അനുജ എന്നല്ല വിളിച്ചത്, അനുജൻ സ്വതേ പുത്രന് സമനാണ്. അപ്പം അതുകൊണ്ട് പുത്ര എന്ന് പ്രത്യേകം വിളിച്ചു. സ്വന്തം കുലധർമ്മം അത് നിഷ്ഠയോട് കൂടിയിട്ട് ചെയ്യണം. ശ്രീരാമൻ അത് ചെയ്യുകയാണ്, ലക്ഷ്മണനും അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഉപദേശം ആദ്യമേ തന്നെ തുടങ്ങുന്നത് അങ്ങനെയാണ്. ഏത് കുലത്തിലാണോ ജനിച്ചത്, ഏത് പ്രായത്തിലാണോ ഉള്ളത് അതാണ്. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്നുള്ളത് പ്രായത്തിനനുസരിച്ചാണ് വരിക. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്നുള്ളത് ഈ കുലത്തിനനുസരിച്ചാണ് വരിക. അപ്പോൾ അത് രണ്ടും അനുസരിച്ച് തന്നെ ചെയ്യണം. അത് എത്ര കാലം വേണം? ചിത്തശുദ്ധി വരും അപ്പോൾ ശരീരത്തെ ഘോരം തപസ്സാൽ വശത്താക്കണം ക്രമാൽ. ദേഹവും ദേഹിയും ശുദ്ധമായി തീർന്നെങ്കിൽ വർണ്ണാശ്രമധർമ്മം വേണ്ടെന്നു വെച്ചിടാം. അതാണ് പ്രധാനം. നമ്മൾ മനസ്സിന് ശുദ്ധി കിട്ടുന്നത് വരെ അത് ചെയ്തുകൊണ്ടേയിരിക്കണം. മനസ്സിന് ശുദ്ധി കിട്ടിയാലോ പിന്നെ ദേഹവും വേണ്ട, ഈ ദേഹിക്ക് നേരിട്ട് മുക്തനാവാൻ സാധിക്കും. അതുവരെ കർമ്മം ചെയ്യണം, ധാർമ്മികമായിട്ട് കർമ്മം ചെയ്യണം. ആ കർമ്മം നമ്മെ ബാധിക്കാത്ത രീതിയിലായിരിക്കും സംഭവിക്കുക യഥാർത്ഥ ഭക്തന്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഗുരുവിനെ കാണണം. ആത്മഗുരുവിനെ കണ്ടെത്തി സാദരം ഏൽപ്പിക്കണം സ്വമനസ്സും ശരീരവും. അഷ്ടാംഗയോഗാദി സർവം പഠിക്കുകിൽ തീർത്തും ത്യജിക്കാം വിഷയങ്ങൾ സർവവും. അവിടെ യഥാർത്ഥത്തിലുള്ള ഗുരു, നമ്മൾ ആദ്യം ഒരുപാട് ഗുരുക്കന്മാരെ കണ്ടു, മാതാപിതാ ഗുരു ദൈവം. അതങ്ങനെ സതീർത്ഥന്മാരിൽ നിന്ന്, അതേപോലെ ഗുരുക്കന്മാരിൽ നിന്ന്, പിന്നെ ഗ്രന്ഥങ്ങളിൽ നിന്ന്, അവനവൻ സ്വയം, ഇങ്ങനെയൊക്കെയാണല്ലോ പഠിക്കുക. അങ്ങനെ നല്ലോണം പഠിച്ച് അഷ്ടാംഗയോഗാദികളൊക്കെ ശീലിക്കുകയാണെങ്കിൽ ക്രമേണയായിട്ട് ഈ ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങൾ നമ്മെ ബാധിക്കാതെ വരും. അപ്പോൾ രക്ഷപ്പെടാൻ സാധിക്കും. വീണ്ടും ഒരു ദേഹം കിട്ടാത്ത പാകത്തിൽ പുണ്യപാപങ്ങളെ തുല്യങ്ങളാക്കണം. ദേഹമുണ്ടെങ്കിലോ കർമ്മങ്ങൾ ചെയ്തിടും ആയതോ സർവം കൊടുക്കാം അനന്തന്. അപ്പോൾ അവിടെ ശരീരം കിട്ടിയത് എങ്ങനെയാണ്? കാമബാക്കി, കർമ്മബാക്കി. അപ്പോൾ ഏത് ശരീരത്തിലിരുന്നിട്ടാണോ ഈ ബാക്കി അനുഭവിക്കാൻ പറ്റുക ആ ശരീരം കിട്ടുക. പുണ്യവും പാപവും തുല്യങ്ങളായി കഴിഞ്ഞാൽ മനുഷ്യ ശരീരമാണ് കിട്ടുക. അപ്പോൾ വിവേകബുദ്ധിയോട് കൂടിയിട്ടാണ് ജനിക്കുക. അപ്പോൾ വേണ്ടാത്തതിനെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും, വേണ്ടതിനെ സ്വീകരിക്കാൻ സാധിക്കും. പക്ഷേ അതിനെന്ത് വേണം? ബുദ്ധി ഉപയോഗിക്കണം, വിവേകം ഉപയോഗിക്കണം. ദേഹമുണ്ടെങ്കിൽ കർമ്മം ഉറപ്പാണ്. 24 മണിക്കൂറും കർമ്മം ചെയ്തുകൊണ്ടിരിക്കും. ശ്വാസം വലിക്കലും കർമ്മമാണ്, വെള്ളം കുടിക്കലും കർമ്മമാണ്. അപ്പോൾ അതുകൊണ്ട് കർമ്മം വരും. പക്ഷേ ആ കർമ്മം എന്ത് വേണം? മുഴുവൻ അനന്ത ഭഗവാനായിട്ട് കൊടുക്കണം എന്നാ. അനന്തന് കൊടുത്താലേ നമ്മുടെ കർമ്മം തീരുള്ളൂ. ഇനി കർമ്മം വേണ്ട എന്നുവെച്ചാൽ കാമം ഇല്ലെങ്കിലേ കർമ്മം ഒഴിവാവുള്ളൂ. കാമത്തെ അനന്തൻ്റെ ഈ വായിൽ നിന്ന് വരുന്നതായിട്ടുള്ള തീയോണ്ട്, ആ അഗ്നി കൊണ്ട് അത് കത്തി ചാമ്പലാവണം. ഒരാഗ്രഹവും പാടില്ല. പിന്നെ കർമ്മമോ കൂലിയോ കൈപ്പറ്റിയാൽ വീണ്ടും മറ്റൊരു ദേഹത്തെ പേരേണ്ടിയും വരും. ഇങ്ങനെ സംസാരം നേടുവാൻ കാരണം അജ്ഞാനമാകുന്ന മായ തന്നെ സുതാം. അപ്പോൾ നമ്മൾ കർമ്മം ചെയ്യും, എന്നിട്ട് അതിന് കൂലി പറ്റും. കർമ്മത്തിനൊരു ഫലമുണ്ട്.
ദക്ഷിണ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പറ്റിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു ദേഹത്തെ സ്വീകരിക്കേണ്ടി വരും. കാരണം കിട്ടിയത് പോരാ എന്ന് തോന്നാൻ സാധ്യതയുണ്ട് ദക്ഷിണ. പിന്നെ മാത്രമല്ല അത് ചിലവാക്കുമ്പോൾ അപ്പോഴും എന്തെങ്കിലും ഒരു ആഗ്രഹം സാധിക്കാനാവും. 1000 ഉറുപ്പ്യയ്ക്ക് ഒരു സാധനം വാങ്ങാൻ നിശ്ചയിച്ചു, അതിന് 900 ഉറുപ്പ്യേ ഉള്ളൂ, പക്ഷേ 1100 ഉറുപ്പ്യ വാങ്ങിച്ചാൽ അത് നഷ്ടബോധമായി. അപ്പോൾ ആ ഒരു തോന്നൽ വന്നാൽ ഇനി ആ നഷ്ടത്തെ നികത്താൻ വേണ്ടി ഒരു ജന്മം വേണ്ടിയിരുന്ന അത്രയ്ക്കുണ്ട്. അതുകൊണ്ട് ഈ വേണമെന്ന് തോന്നുന്ന മുഴുവൻ മിഥ്യയാകുന്ന ഈ പ്രപഞ്ചം നിലനിൽക്കുന്നു, ഇത് ഉണ്ട്, സത്യമാണ് എന്ന് തോന്നുന്നതായിട്ടുള്ള മായ നമ്മളെ ബാധിച്ചതാണ്. മായ എന്നുള്ളത് ഈ ദേഹം ഞാനാണ് എന്നുള്ള മോഹമാണ് വരിക. അപ്പോൾ ആ മോഹത്തിൽ നിന്നും മുക്തി നേടിയാലാണ് മോക്ഷം കിട്ടുള്ളൂ. കർമ്മത്തിന് ബന്ധം തീർക്കാൻ കഴിഞ്ഞിടാ, എത്ര കഷ്ടപ്പെട്ടും ജ്ഞാനത്തെ നേടണം, സംസാരമുക്തിക്ക് വേറെ വഴിയില്ല, ശുദ്ധനാം ഭക്തന് രണ്ടും ഞാനേകിടും. അപ്പോൾ അവിടെ കർമ്മം ചെയ്യാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എങ്കിലും നമ്മളായിട്ട് കർമ്മം ഉപേക്ഷിക്കാൻ പാടില്ല. കാരണം കർത്തവ്യമുണ്ട്, കടമകളുണ്ട്, അത് തീർക്കണം. അങ്ങനെ കടമയും കർത്തവ്യം തീർത്ത് ജ്ഞാനം നേടിക്കൊണ്ട് ഇനി കർമ്മബന്ധമില്ലാത്ത രീതിയിൽ കർമ്മത്തെ ഒഴിവാക്കാൻ സാധിക്കണം. അതല്ലാതെ കണ്ട് സംസാരമുക്തിക്ക് വേറെ വഴിയില്ല. എന്നാൽ കേവല ഭക്തനോ ഇത് കർമ്മം ചെയ്യേണ്ടി വരും, പക്ഷേ അത് കർമ്മം ഞാൻ ബാധിക്കാതെ കണ്ട് രക്ഷപ്പെടുത്തും, ജ്ഞാനം ഞാൻ കൊടുക്കുകയും ചെയ്യും. അപ്പോൾ കേവല ഭക്തന് ഈ ജ്ഞാനം ഭഗവാൻ തരും, കർമ്മമുക്തിയും ഭഗവാൻ തരും. കർമ്മം ജനിപ്പിക്കും ആസക്തിയും പിന്നെ അജ്ഞാനവും ഒപ്പം സംസാരവും ഇതി വേദവും ചൊല്ലുന്നു. ആകയാൽ നിൻ ലക്ഷ്യം ഹേതു ഉപാധി കൂടാതുള്ള ഭക്തിയാൽ ധർമാർത്ഥകാമവും മോക്ഷവും ഭക്തിയും കർമ്മം സമർപ്പിച്ചു നേരണം നിശ്ചയം. ഈശ്വരദത്തമാം കർമ്മ സ്വഭാവത്തെ ദ്രവ്യവും കാലവും ജീവനെ ബന്ധിക്കും. കർമ്മം തപസ്സായി ചെയ്യുകിൽ മാത്രമേ മുക്തി വരൂ, നിഷേധിച്ചാൽ ലഭിച്ചിടാം. കർമ്മനിഷേധം മഹാപാപമാണെന്നും വേദം പറയുന്നു, കർത്തവ്യമല്ലയോ. അപ്പോൾ യഥാർത്ഥത്തിലുള്ള ധർമാർത്ഥ കാമ മോക്ഷങ്ങൾ ചതുഷ്ടയം അത് നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് വേണം? കർമ്മവും കർമ്മഫലവും ഭഗവാന് സമർപ്പിക്കണം. കർമ്മവും കർമ്മഫലവും എങ്ങനെയാണ് സമർപ്പിക്കുക എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പരോപകാരാർത്ഥമിതം ശരീരം, അതേ ചെയ്യാനുള്ളൂ. ഇപ്പോൾ നമ്മൾ സേവനങ്ങളായിട്ടൊക്കെ ചെയ്യാം. എന്തെങ്കിലും കൈ കിട്ടിക്കഴിഞ്ഞാൽ അത് ഭണ്ഡാരത്തിൽ കൊണ്ടുപോയിട്ടിടുക. അപ്പോൾ നമുക്ക് ബാക്കിയൊന്നും ഇല്ലാത്തൊരവസ്ഥ വരും. ഒന്നുകിൽ അത് അന്നദാനം തൊട്ടുള്ള ആവശ്യക്കാർക്ക് എന്താണോ വേണ്ടത് വെച്ചാൽ അത് കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മിൽ നിന്ന് അത് ഒഴിഞ്ഞു പോകും. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ കയ്യിലൊന്നും ബാക്കിയില്ല എന്നുള്ള ഉറപ്പ് വന്നു വയ്ക്കുക. അപ്പോൾ നമുക്ക് ഒന്നിനോടും ആസക്തി ഉണ്ടാവില്ല. അത് വേണമെന്ന് തോന്നണമെങ്കിൽ അതിനോടൊരു താല്പര്യം വേണ്ടേ? അപ്പോൾ അതിനെക്കുറിച്ച് അറിയണ്ടേ? അതുപോലെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അങ്ങനെ ഒഴിവാക്കിയാൽ മാത്രമേ ഈ ഭഗവാനാൽ തരപ്പെട്ടതായിട്ടുള്ള ഈ ശരീരം കൊണ്ട് നമുക്ക് കാമബാക്കിയോ കർമ്മബാക്കിയോ ഉണ്ടെങ്കിൽ അത് മുഴുവൻ ഇല്ലാണ്ടാക്കാൻ സാധിക്കുള്ളൂ. കർമ്മം ഇതുപോലെ തപസ്സായിട്ട് ചെയ്തു എന്ന് കൂട്ടുക. അങ്ങനെയാണെങ്കിൽ ഈ ബാക്കിയുള്ളതൊക്കെ തീരും എന്ന് മാത്രമല്ല, കർമ്മം ചെയ്തില്ലാച്ചാലോ കർത്തവ്യങ്ങൾ ബാക്കി വന്നാലോ വീണ്ടും ജന്മം വരും. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കരുത്. കർമ്മം ഒഴിവാക്കരുത്, കർമ്മം ചെയ്യണം, കർമ്മത്തിൻ്റെ ഫലം എടുക്കരുത്. എന്നും മുമുക്ഷുവായി കർമ്മത്തെ ചെയ്യുകിൽ ജ്ഞാനിയായി ചിത്തം സ്വതന്ത്രവുമായിടും. യാഗാദികൾക്കായി വേറെയും കർമ്മികൾ വേണം, നടത്തിപ്പുകാരും സൽസേവകർ. യാജ്ഞികർ കൂടുകിൽ കർമ്മലോപം വരാം, ദ്രവ്യധന ശുദ്ധി കിട്ടാതെയും വരാം. ജ്ഞാനികൾ ചെയ്യുന്ന കർമ്മ ഫലത്തിനാൽ മുക്തരാകാം ഭക്തി മാർഗത്തിലെത്തവേ. ഇപ്പോൾ അവിടെ അനവധി ആൾക്കാരെ കൂട്ടിക്കൊണ്ടാണ് ഒരു കർമ്മം ചെയ്യുന്നത് എന്ന് കൂട്ടുക. അപ്പോൾ അവരുടെ മനസ്സും നമ്മുടെ മനസ്സും ഒരുപോലെ ആവുക ഉണ്ടാവുക? അത് പറയാൻ പറ്റില്ല. അത് പലപ്പോഴും വിപരീതവും. അപ്പോൾ എന്താ സംഭവിക്കുക? കൂടുതൽ എന്തെങ്കിലുമൊക്കെ അധികമായിട്ട് നമുക്ക് ഗുണോ ദോഷമോ സംഭവിക്കാം. ഗുണോ ദോഷമോ നമ്മിലേക്ക് എത്തുകയും ചെയ്യാം. ഇത് രണ്ടും മഹാബദ്ധ. അപ്പോൾ അതുകൊണ്ട് അത് ബാക്കി വരും. ഒറ്റയ്ക്ക് ചെയ്താൽ മതി, എന്നാൽ പിന്നെ കുഴപ്പമില്ല. പറ്റാവുന്നത് ചെയ്താൽ മതി. യഥാർത്ഥത്തിലുള്ള ജ്ഞാനം നമുക്ക് കിട്ടി എന്ന് കൂട്ടുക. എന്നാൽ പിന്നെ പേടിക്കും വേണ്ട. കാരണം ഇത് കിട്ടുന്നത് മുഴുവൻ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഈ ഒഴിവാക്കൽ തന്നെയാണ് മുക്തി മാർഗം. അപ്പോൾ അതിൽ യഥാർത്ഥത്തിലുള്ള ജ്ഞാനം നമുക്ക് കിട്ടുന്നത് വരെ ഭക്തിയോട് കൂടിയിട്ടാണ് ചെയ്യുന്നത് എങ്കിൽ
ഈ ഒഴിവാക്കൽ കൊണ്ട് തന്നെ, സമർപ്പണം കൊണ്ട് തന്നെ ഭഗവാനാൽ ഭക്തിയെ തരും, ഒപ്പം ജ്ഞാനവും തരും. ഭഗവാൻ തന്നെ വിചാരിക്കും ഇനി ഇയാൾക്ക് കർമ്മത്തിൻ്റെ ആവശ്യമില്ല. എന്തെങ്കിലും കാമം ഉണ്ടെങ്കിലല്ലേ കർമ്മം വേണ്ടൂ. കാമത്തെ കൊണ്ട് ഒഴിവാക്കി തരും. കാമാദി 36 ചീത്തയുണ്ട്. അപ്പോൾ ഈ 36 ചീത്ത ഒഴിവാക്കി തന്നാൽ പിന്നെ ബാക്കിയൊന്നും ഉണ്ടാവില്ല. നാസ്തികർ ചൊല്ലുന്ന കർമ്മമില്ലാതെയും ജ്ഞാനിക്ക് മുക്തി ലഭിക്കുമെന്നിങ്ങനെ ദേഹാഭിമാനം കളയാനായി കർമ്മവും ഞാനെന്ന ബോധം ത്യജിക്കുകിൽ ജ്ഞാനവും വിജ്ഞാനിയായി ആത്മതത്വവും നേരിടാം. ജ്ഞാനിക്കു കർമ്മത്തെ തീർത്തും ത്യജിച്ചിടാം. മായ കൊണ്ടാണ് പ്രപഞ്ചദൃശ്യത്വവും ഭോഗലബ്ധി കർമ്മവാസനയാൽ ഇതി കണ്ടിട്ടു ദേഹേന്ദ്രിയ വൃത്തി വിട്ടു നാം ആത്മാനുസന്ധാനം ചെയ്യണം ബുദ്ധിമാൻ. ജ്ഞാനം വെളിച്ചമായി കർമ്മം ഇരുട്ടുമായി വേദം പറയുന്നു ഒപ്പം ഭവിച്ചിടാം. അപ്പോൾ ഇവിടെ നാസ്തികന്മാർ സാധാരണഗതിയിൽ ഒരു കർമ്മം ചെയ്യണ്ട. ബുദ്ധമതം സ്വതേ അങ്ങനെയാണ്. ബുദ്ധം ശരണം ഗച്ഛാമി, ധർമ്മം ശരണം ഗച്ഛാമി. അപ്പോൾ അവിടേക്ക് നമുക്ക് സംഘം ശരണം ഗച്ഛാമി എന്നാണ് അടുത്തത്. അപ്പോൾ അതിൽ ഒക്കെ കുഴപ്പങ്ങളുണ്ട്. എന്താ കുഴപ്പം? ഭഗവാനിൽ നിന്ന് നമ്മൾ പോരുമ്പോൾ ഒറ്റയ്ക്കാണ് പോരുക. ഒറ്റയ്ക്ക് വന്നു, ഒറ്റയ്ക്ക് ഇവിടെ ജീവിക്കണു, ഒറ്റയ്ക്ക് തിരിച്ചു പോകണു. ഈ ജീവിക്കുമ്പോൾ നമുക്ക് തോന്നുക ബാക്കിയുള്ളവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെന്ന്, നമ്മൾ അവരുടെ കൂടെയാണെന്ന്. ഈ കൂടലില്ല. അത് മനസ്സിലാക്കിയാലേ ജ്ഞാനം യഥാർത്ഥത്തിൽ കിട്ടൂ. ഇത് മായ കൊണ്ട് ഈ കാണുന്നതൊക്കെ അതൊക്കെ ശരിയാണ് എന്ന് തോന്നും. അതൊക്കെ നമുക്ക് അനുഭവിക്കാനുള്ളതാണ് എന്ന് തോന്നും. ചിലർ പറയുക ചെയ്യും, ഈ ഭൂമിയിൽ ഇതൊക്കെ ഉണ്ടാക്കിയത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് അനുഭവിക്കാനുള്ളതാ. ഈ ബോധം എപ്പോഴാണോ തിരിച്ച് ഇത് നമ്മുടെ പ്രാരബ്ധം തീർക്കാനാണ്, നമ്മൾ അതിൽ ആസക്തരാവരുത്, അറിയാതെ കണ്ട ഒരു കാറ്റും ഇങ്ങോട്ട് വന്നു നമ്മുടെ ദേഹത്ത് വന്ന് തട്ടിപ്പോയിച്ചാൽ കുഴപ്പമില്ല, അത് നമ്മുടെ പ്രാരബ്ധം തീർന്നു കിട്ടുക. നേരെ മറിച്ച് ആ കാറ്റ് നമ്മൾ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയിട്ട് അത് അനുഭവിച്ചു വെച്ചാൽ അതിനോട് വീണ്ടും വീണ്ടും താല്പര്യവും. അപ്പം അതുകൊണ്ട് അതിനെ ഒഴിവാക്കാൻ ഞാൻ ആര് എന്ന് ചിന്തിക്കണം. ആത്മാവിനെ കണ്ടെത്തണം. പരമാത്മാ അംശമാണ് ആത്മാവ് എന്നുള്ളത് മനസ്സിലാക്കണം. മായയെ മറികടക്കണം. അങ്ങനെ മായയെ മറികടക്കാൻ എന്ത് വേണം? ഇത് ജീവനല്ല, ഇത് പരമാത്മാവല്ല, ഇത് ആത്മാവല്ല എന്നിങ്ങനെ നേതി എന്നിട്ട് നിഷേധിക്കണം. പിന്നെ ഇത് നിഷേധിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അതും ഈശ്വരനാണ്, അതും ഈശ്വരനാണ്, അതും ഈശ്വരനാണ്, ഇതും ഈശ്വരനാണ് എന്നെ എല്ലാറ്റിലും ഈശ്വരനെ കാണാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് മാത്രമല്ല ഈശ്വരൻ, ഇതും അപ്പുറത്തെയും മറ്റും എല്ലാം കൂടിയായാലേ ഈശ്വരനാവുള്ളൂ. ഈ വിരാട്ട് എല്ലാം കൂടി കഴിഞ്ഞാൽ അത് ഈശ്വരൻ്റെ ഒരംശം മാത്രമാണ്. ഇങ്ങനെ കോടിക്കണക്കിന് വിരാട്ടുകളുണ്ട്, കോടിക്കണക്കിന് ബ്രഹ്മാണ്ടങ്ങളുണ്ട്, അതൊക്കെ ഈശ്വര അംശം മാത്രമാണ്. അപ്പോൾ അതിൽ എത്രയോ ചെറുതല്ലേ ജീവനാകുന്നു നമ്മൾ. ഈ ബോധം ഇങ്ങനെ കൂടിക്കൂടി വരുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിലുള്ള ജ്ഞാനം ഭഗവാൻ തരും. മായയെ നമുക്ക് മറികടക്കാൻ സാധിക്കും. മായയാൽ ദേഹം ഞാൻ എന്നുള്ള ശങ്കയെ വിട്ടാൽ വിടാം സർവകർമ്മവും വിദ്യവാൻ. നേതി വാക്യം കൊണ്ട് ഭഗവാനെ ബ്രഹ്മത്തെ കാണും പരാവിദ്യ നേടുകിൽ. അപ്പോൾ ഈ ജീവനും ആത്മാവും ഒന്നെന്ന് മായ കടന്നൊരാൾ കാണും അഭേദമായി. സംസാരം താണ്ടിയാൽ വേദവും വിട്ടിടാം ബ്രഹ്മത്തിലെത്താം വിശുദ്ധ വിജ്ഞാനിയായി. യഥാർത്ഥത്തിലുള്ള ജ്ഞാനം വിജ്ഞാനത്തോടു കൂടിയാൽ മാത്രമേ പൂർണ്ണമാവുള്ളൂ. ശങ്കരാചാര്യരുടെ ഒരു ഉദാഹരണം പറയാറുണ്ടല്ലോ, പരകായ പ്രവേശം ചെയ്തുകൊണ്ട് സുരതം കൂടി അനുഭവിച്ചിട്ടാണ് മുക്തി ഈ സർവജ്ഞപീഠം കയറാൻ സാധിച്ചത് എന്ന്. അപ്പം അതേപോലെ എല്ലാം നാം അനുഭവിക്കേണ്ടതുണ്ടെങ്കിൽ, പ്രാരബ്ധമായിട്ട് ബാക്കിയുണ്ടെങ്കിൽ അത് അനുഭവിച്ച് തന്നെ തീരണം, എന്നാലേ ജ്ഞാനം കിട്ടുള്ളൂ. അപ്പോൾ കർത്തവ്യം നമ്മളെ തേടി വരുന്നതാണ്. അതുകൊണ്ട് ആ കർത്തവ്യം നമ്മൾ ചെയ്യാൻ വേണം. ഞാനാണ് ഇത് ചെയ്യുന്നത് എന്ന ബോധം വേണ്ട. ഇനി കർത്തൃത്വ ബോധം വേണ്ട. അങ്ങനെ ചെയ്യുക, സമർപ്പിക്കുക. ഇപ്പോൾ അച്ഛന് വേണ്ടി സേവനം ചെയ്യുകയാണ്, മുത്തശ്ശന് വേണ്ടി സേവനം ചെയ്യുകയാണ്, അത് സമർപ്പിച്ചോളുക. അത് ഞാനാ ചെയ്തതെന്ന് മറ്റൊരാളോട് പറയേണ്ട ആവശ്യമില്ല, അറിയിക്കുകയും വേണ്ട. ഭണ്ഡാരത്തിൽ കുറേ പൈസ ഇട്ടു, ഞാൻ ഇത്രയും പൈസ ഇട്ടു എന്ന് പറയണ്ട. അമ്പലത്തിൻ്റെ തൂണിൻ്റെ മുകളിലും ഒക്കെ എൻ്റെ പേര്, ഞാനത് കൊടുത്തുകൊണ്ടാണ് ഈ അമ്പലം ഉണ്ടായതെന്നൊക്കെ പറഞ്ഞാൽ അവിടെയൊക്കെ പഴച്ചു. അതാണ് കർത്തൃത്വബോധം വരികയില്ല. പിന്നെ മായ ഒഴിഞ്ഞു പോം കേവല വിദ്യയാൽ. സർവ ഉപനിഷദ്വാക്യവും ചൊല്ലുന്നു ജ്ഞാനമത്രേ മുക്തിഹേതു സൽഭക്തനും.
യഥാർത്ഥത്തിലുള്ള ജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഈ ഭക്തനായാൽ പോലും മുക്തി കിട്ടുള്ളൂ. അതിപ്പോൾ 19 തരത്തിൽപ്പെട്ടതായിട്ടുള്ള അറിവുകൾ മുഴുവൻ, വേദമായാലും പുരാണമായാലും ശാസ്ത്രമായാലും ഉപനിഷത്തായാലും. അപ്പോൾ ഇത് മുഴുവൻ എന്തിനാ നമുക്ക് പറഞ്ഞു തരുന്നത്? ഈ കഥകളെ മുഴുവൻ നമുക്ക് പറഞ്ഞു തരുന്നത് കഥാരുചിക്ക് ശേഷം അവർ അനുഭവിച്ചതായിട്ടുള്ള ദുഃഖവും രണ്ടുമുണ്ട്. ദുഃഖമുണ്ട്, സുഖമുണ്ട്. അതിനെ മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ ചെയ്താൽ ദുഃഖമാണ്, ഇങ്ങനെ ചെയ്താൽ സുഖമാണ്, സച്ചിദാനന്ദത്തെ അനുഭവിക്കുന്നത് ഇങ്ങനെയാണ് എന്ന് നാം അതിൽ നിന്നും ആ പാഠത്തെ ഉൾക്കൊള്ളണം. അപ്പോഴേ ഇതിഹാസമായാലും പുരാണമായാലും പാരായണം ചെയ്തിട്ട് ഫലമുള്ളൂ. കർമ്മഫലം കൊണ്ട് കാമങ്ങൾ നേടിടാം, ഭോഗം ഭുജിച്ചാൽ ഭവം വന്നു ചേർന്നിടും. അപ്പോൾ ഈ കർമ്മത്തെ വേണ്ടെന്ന് വയ്ക്കുവാൻ സാധിക്കയില്ല അവിദ്യവാൻ എപ്പോഴും. യഥാർത്ഥത്തിലുള്ള വിദ്യ നേടിയിട്ടില്ലെങ്കിൽ കർമ്മം ചെയ്താൽ ഫലം ഉണ്ടാവും. അപ്പോൾ അതിന് ഇപ്പോൾ 1000 റുപ്യ നമുക്ക് കിട്ടിച്ചാൽ അത് ചിലവാക്കണം എന്ന് തോന്നും. എങ്ങനെ ചിലവാക്കണം നമുക്കോട്ട് അറിയില്ല. അപ്പോൾ തോന്നിയതാണ് ചെയ്യും. ആ തോന്നിയത് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് കണ്ണിന് സുഖിക്കാനാവും, ചിലപ്പോൾ ശരീരത്തിന് സുഖിക്കാനാവും, തൊലിക്ക്, അതല്ലെങ്കിൽ നാവിന്, അല്ലെങ്കിൽ മൂക്കിന്, അല്ലെങ്കിൽ ചെവിക്ക്, ഇങ്ങനെ പലതല്ലേ. അതൊക്കെ പ്രാരബ്ധമായിട്ട് മാറും. ആയതോ കൊണ്ടു നാം ജ്ഞാനത്തെ നേടണം, സത്കർമ്മം പോലും വിടയണം ലയത്തിനായി, ചിത്തശുദ്ധിക്കായി ഗുരു സേവ ചെയ്യണം. വേദവാക്യം അഹം ബ്രഹ്മാസ്മി എന്നതും തത്വമസി അയമാത്മാ ബ്രഹ്മ, പിന്നെ പ്രജ്ഞാനം ബ്രഹ്മ, ഈ സൂത്രവാക്യങ്ങളും വേണ്ട വിധം ഹൃത്തിൽ നിത്യം സ്മരിക്കണം. ആത്മാ പരമാത്മാ ഐക്യം ഗ്രഹിക്കുവാൻ. അപ്പോൾ വേദങ്ങൾ 4 വേദങ്ങൾ, ആ 4 വേദങ്ങളിലെ സൂത്രവാക്യങ്ങൾ, ഋക്ക് യജുസ് സാമം അഥർവം, അതിൽ 4 വേദങ്ങൾക്കും ഓരോരോ സൂത്രവാക്യങ്ങളുണ്ട്. അഹം ബ്രഹ്മാസ്മി, തത്വമസി, അയമാത്മാ ബ്രഹ്മ, പ്രജ്ഞാനം ബ്രഹ്മ. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതും ഭഗവാനാണ്, ഇതും ഭഗവാനാണ്, ഞാനും ഭഗവാനാണ്, എല്ലാവരിലും ഭഗവാനുണ്ട്, ഞാൻ ഭഗവാനിലുണ്ട്, ഭഗവാൻ എന്നിലുണ്ട്, ഇങ്ങനെയൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആത്മാ പരമാത്മാ വ്യത്യാസം ഉണ്ടാവില്ല. അങ്ങനെ നമുക്ക് ഈ ശരീരം കൊണ്ട്, ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഈ ജീവനെ മുക്തി നേടാൻ ഭഗവാനാൽ സാധിപ്പിക്കുന്നു. എന്നും മഹാമേരു പോലെ വർത്തിക്കണം, ആനന്ദചിത്തനായി ശബ്ദാർത്ഥവും പിന്നെ തത് എന്ന ബ്രഹ്മവും ത്വം എന്ന ജീവനും ഒപ്പം അസി എന്ന ചേരലും കാണണം. പ്രത്യക്ഷമെന്നും പരോക്ഷമെന്നും ഉള്ള ദ്വന്ദ്വം കടക്കണം, ഒന്നായി തീരണം. പഞ്ചഭൂതങ്ങളാം ദ്രവ്യവും കാലവും കർമ്മവും ജീവനും ചേരും സ്വഭാവവും, സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും അന്ധക്കരണത്താൽ തിന്നും സുഖദുഃഖം എന്നും മനസ്സാണ് ഭോഗങ്ങൾ തിന്നുക, ദ്യോതിപ്പിക്കുന്നതോ സാക്ഷിയാമീശ്വരൻ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. തത് ത്വം അസി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് എന്നുള്ളത് ഭഗവാൻ, തത് ബ്രഹ്മം, ത്വം എന്നുള്ളത് ഈ ജീവൻ, നാം, അസി എന്നുള്ളത് ആകുന്നു, അല്ലെങ്കിൽ ചേരുകയാകുന്നു. രണ്ടും കൂടിയുള്ള ചേരലാണ്. അതിനെ ബന്ധപ്പെടുത്തുന്നത് ദേഹമാണ്. ദേഹവും മനസ്സും പ്രാണനും ജീവനും. ദേഹം എന്നുള്ളത് ഉപാധി, മനസ്സ് എന്നുള്ളത് അനുഭവിക്കാനുള്ളത്, പ്രാണൻ എന്നുള്ളത് ദേഹത്തെ നിലനിർത്താനുള്ളത്, ജീവൻ എന്നുള്ളത് ഈ പാപപുണ്യങ്ങളെ പ്രാരബ്ധമായിട്ട് അനുഭവിക്കാൻ വേണ്ടി വന്ന ബ്രഹ്മാംശം. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മനസ്സുകൊണ്ടാണ് നമ്മളിത് മുഴുവൻ ഭോഗങ്ങളെ അനുഭവിക്കുന്നത്. ശരീരമാണ് അനുഭവിക്കുന്നത്, പക്ഷേ കൊണ്ട് കാര്യമില്ല, അത് മനസ്സാണ് അനുഭവിക്കുന്നത്. ഇപ്പോൾ മനസ്സ് യഥാർത്ഥത്തിൽ നല്ല മനസ്സല്ല എങ്കിൽ, ബോധത്തിലുള്ള, ഇപ്പോൾ ഓട്ടിസം പോലെയൊക്കെയാണ് മനസ്സ് വെച്ചാൽ, നുള്ളിക്കഴിഞ്ഞാൽ നമ്മൾ ഒരുപക്ഷെ നിലവിളിക്കുമായിരിക്കാം, അതിൻ്റെ കാരണങ്ങളൊന്നും അറിയില്ല. ഇപ്പോൾ നമുക്ക് അങ്ങനെയല്ല, നുള്ളിക്കഴിഞ്ഞാൽ ആരാ നുള്ളി, എന്തിനാ നുള്ളി, എത്ര നേരം ഈ വേദന നിൽക്കും, ഇതൊക്കെ നമുക്ക് ധാരണയുണ്ട്. മറ്റതില്ല, ആ വ്യത്യാസം. മുഴുവൻ മനസ്സാണ്. സർവേ മനോനിഗ്രഹ ലക്ഷണാന്ത. എല്ലാവരും മനസ്സിനെ ഒന്ന് ഒതുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. എല്ലാ പ്രവൃത്തിയും വേണ്ടിയിട്ടാണ്. മനയേവ മനുഷ്യാണാം കാരണം സുഖദുഃഖയോഹോ. മനസ്സു തന്നെയാണ് ഈ മനുഷ്യൻ്റെ സുഖത്തിനും ദുഃഖത്തിനുമുള്ള കാരണങ്ങളെ സ്വയം കർമ്മങ്ങളായിട്ട് ചെയ്യുന്നത്. ഈ കർമ്മങ്ങളായിട്ട് ചെയ്യുന്നത് മുഴുവൻ എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പ്രാരബ്ധത്തെ ഭുജിക്കാനാണ്. സുഖവും ദുഃഖവും ദേഹത്തിന്, പുണ്യവും പാപവും ജീവന്. ഇതാണ് നിയമം. പഞ്ചപ്രാണ മനോബുദ്ധി ദശേന്ദ്രിയ സമന്വിതം
അപഞ്ചീകൃതഭൂതോത്ഥം സൂക്ഷ്മാംഗം ഭോഗസാധനം. അപ്പോൾ ഈ ശരീരം ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളെ സ്വീകരിക്കുന്നത് ഇന്ദ്രിയങ്ങളിലൂടെയാണ്. കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. ഇങ്ങനെ സ്വീകരിക്കുന്ന ഈ ശരീരത്തിലുള്ളതാണ് പൃഥിവ്യപ് തേജോ വായു ആകാശ എന്ന പഞ്ചമഹാഭൂതങ്ങളെ കൊണ്ട് നിർമ്മിച്ചതായിട്ടുള്ള ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ടാണ് ഈ സപ്തധാതുക്കളെ കൊണ്ട് ഇത് മുഴുവൻ ഭുജിക്കുന്നത്. ഇതൊരു ഭോഗസാധന. ത്വക്, ചർമ്മ, മാംസ, രുധിര, മേധോ, മാംസ, മജ്ജ, അസ്ഥി, ധാതവ. ഈ 7 ധാതുക്കളെ കൊണ്ട് നമ്മളിത് അനുഭവിച്ചു കൊണ്ടേയിരിക്കുക. അപ്പോൾ അതിൽ നിന്നും മോചനം നേടണം. പക്ഷേ 100 വർഷം സുഖമായിട്ട് ജീവിക്കണം എന്ന് വേദം പറയുന്നുണ്ട്. പ്രാണൻ എന്നുള്ളത് ഈ ശരീരത്തെ നിലനിർത്താൻ വേണ്ട ഊർജ്ജമാണ്. അത് നമ്മൾ കൊണ്ടുവരുന്നതിനെ ആഹാരത്തെ കൊണ്ട് പുഷ്ടിപ്പെടുത്തുക. പ്രാണൻ, അപാനൻ, വ്യാനൻ, സമാനൻ, ഉദാനൻ. ഈ പഞ്ചപ്രാണങ്ങൾ ഊർധ്വപ്രാണങ്ങൾ. അത് ശരീരത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ആഹാരത്തെ സ്വീകരിച്ചുകൊണ്ട് പോഷണം ചെയ്തുകൊണ്ട് 100 വർഷം സുഖമായിട്ട് വേണ്ടതിനെ സ്വീകരിക്കും, വേണ്ടാത്തതിനെ കളയും, എല്ലാ ദിക്കിലും എത്തിക്കുകയും ചെയ്യും. അതേപോലെ നാഗൻ, കൃകലൻ, കൂർമൻ, ദേവദത്തൻ, ധനഞ്ജയൻ, ഇങ്ങനെ 5 അധപ്രാണങ്ങളുണ്ട്. അത് ചിലത് മരണശേഷമാണ്, ചിലത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാണ്. ഏതായാലും പഞ്ചകോശങ്ങളും പഞ്ചപ്രാണങ്ങളും ചേർന്നൊരു ദേഹം ഭുജിപ്പിക്കും ജീവനെ. ദേഹം ത്യജിക്കുമ്പോൾ കാരണദേഹത്തിൽ തിന്നും നരകവും സ്വർഗഭോഗങ്ങളും. പുണ്യപാപങ്ങൾ സമമാകുകിൽ വീണ്ടും മാനുഷദേഹത്തിലെത്തിടും ജീവനും. പിന്നെ മുമുക്ഷുവായി ബ്രഹ്മത്തെ നേടുകിൽ ഗർഭവാസം തീർന്നു മുക്തനാം നിശ്ചയം. പുണ്യവും പാപവും തുല്യമായി കഴിഞ്ഞാൽ മനുഷ്യ ശരീരത്തിൽ ഈ വിവേകത്തോട് കൂടിയിട്ട്, വിശേഷ ബുദ്ധിയോട് കൂടിയിട്ട് ജനിക്കും. അത് പുണ്യവും പാപവും 0 ആയാലോ മുക്തിയും കിട്ടും. ദേഹത്തോടൊത്തുള്ള ജീവൻ സ്വസംഗത്താൽ സത്തും അസത്തുമായി ബന്ധിതനായിടും. ശ്രദ്ധയും ബുദ്ധിയും ചേരുകിൽ ഭക്തനായി സംഘം വെടിഞ്ഞും ഈ ദ്വന്ദ്വത്തെ താണ്ടിടാം. യഥാർത്ഥത്തിൽ ഈ ജീവൻ സത്സംഗം എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ അതിൽ ഈ ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങൾ അത് കൊണ്ടുവരുന്ന മുഴുവനും സത്താവണം. അതല്ലെങ്കിൽ അതൊക്കെ പഴയ്ക്കും. അപ്പോൾ അത് സത്താവാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക തന്നെ വേണം. ശ്രദ്ധാബുദ്ധി സമന്വിതം ഇതം രാമായണം ശൃണു, ഭാഗവതം ശൃണു. ഈ ലോകത്തെ കാണൂ, കേൾക്കൂ. ജാഗ്രത്തിൽ സ്വപ്ന സുഷുപ്തി ഇവകളാൽ ഒട്ടും ഭ്രമിക്കാതെ ബ്രഹ്മത്തെ തേടണം. ദേഹേന്ദ്രിയ പ്രാണചിത്തങ്ങളിൽ സദാ മോഹിപ്പിക്കുന്ന വിഷയബന്ധം വരാം. അപ്പോൾ ജാഗ്രതയിൽ നമ്മളെല്ലാം അറിയും, കാരണം നമ്മൾ ഉണർന്നിരിക്കുക. സുഷുപ്തിയിലാണെച്ചാൽ ഒന്നും അറിയില്ല. സ്വപ്നത്തിനാച്ചാൽ നമ്മൾ ഏതോ ജീവിതത്തിൽ ഏതോ ജന്മത്തിൽ എന്തെങ്കിലും അനുഭവിച്ചിട്ടുണ്ട് വെച്ചാൽ അതിൻ്റെ ഒരു റിപ്പീറ്റേഷൻ പൂർവ്വജന്മത്തിലാച്ചാൽ നമുക്കറിയില്ല. ഇനി ഭാവിയിൽ സംഭവിക്കാനുള്ളതാണെങ്കിൽ ചിലപ്പോൾ അതാവാം. ഏതായാലും ഒരു ഭ്രമം എന്ന നിലയ്ക്കാണ് സ്വപ്നത്തിൽ കാണുക. അപ്പോൾ ഇതിൽ നമ്മൾ ചിത്തം ഉടക്കണ്ട. ജാഗ്രതത്തിലും വേണ്ട, സ്വപ്നത്തിലും വേണ്ട. സുഷുപ്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സുഖമായിട്ട് ഉറങ്ങി എന്ന് പറയണ പോലെ തന്നെ ഈ ഉറക്കത്തിലൊന്നും അറിയാതെ കണ്ടും എന്നാൽ ഈ ജീവൻ ഈ ശരീരത്തിന് നിലനിന്നുകൊണ്ടും ഭഗവാനാൽ സുരക്ഷിതനാണ് നമ്മൾ ഈ ഒരു ബോധത്തിലെത്തിയാൽ. പിന്നെ ബാക്കിയുള്ളതൊക്കെ വന്ന പോലെ വന്നോട്ടെ. ജാഗ്രതയിലാച്ചാൽ അറിയും, ജാഗ്രതയിലല്ലെങ്കിൽ അറിയില്ല, അത്രയേ ഉള്ളൂ. സ്വപ്നത്തിൽ നമുക്ക് എന്തെങ്കിലും നിയന്ത്രിക്കാൻ പറ്റിയോ? ഒന്നും നിയന്ത്രിക്കാൻ പറ്റിയില്ല. നമുക്ക് നിയന്ത്രിക്കാൻ കുട്ടിയെ പറ്റൂല. ഇത് ഭഗവാനാൽ നിയന്ത്രിക്കുന്നതാണ് എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ തമോ ഗുണം നമ്മളെ ബാധിക്കില്ല, രജോ ഗുണവും ബാധിക്കില്ല. സാത്വികനാകാം. ക്രമേണ അത് ഉപാസന കൊണ്ട് ശുദ്ധ സത്വത്തിലെത്തിക്കാനും സാധിക്കും. ബുദ്ധി തമോ ഗുണവൃത്തിയിൽ പെട്ടെന്നാൽ സംസാരം താണ്ടാൻ കഴിയില്ല ജീവന്. സ്വല്പം വിഷമിച്ചും വൈരാഗ്യബുദ്ധിയാൽ സർവം നിഷേധിച്ച് ബ്രഹ്മത്തിൽ ലക്ഷ്യമായി തൊണ്ടാം ജഗത്തിനെ തള്ളി ഇളനീർ പാനം ചെയ്യൂ പരമാനന്ദലബ്ധിക്കായി. ദേഹം ത്യജിക്കുന്നു, ദേഹം ജനിക്കുന്നു, മാറുന്നു, നിൽക്കുന്നു, ഒപ്പം വളരും, ക്ഷയിക്കും, നശിച്ചിടും. നമ്മൾ സാധാരണ ഇളനീര് കുടിക്കുമ്പോൾ അത്
ഇളനീരിൻ്റെ ആ വെള്ളം നമ്മൾ കുടിക്കും, ആ തൊണ്ട് നമ്മൾ എന്താ ചെയ്യാറ്, അതാണ്ട് ഉപേക്ഷിക്കും. അപ്പോൾ ഇവിടെ ജീവൻ ഈ അനുഭവങ്ങളെ മുഴുവൻ ഇളനീര് വെള്ളമായിട്ട് കണക്കാക്കുക. അപ്പോൾ അതിൽ സാത്വികമാണെങ്കിൽ, ഇളനീരാണെങ്കിൽ അത് സാത്വിക, അതിലൊരു കലർപ്പും ഉണ്ടാവില്ല. അപ്പോൾ ഇളനീരിനെ പൊരിഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ഈ തണ്ടുണ്ടല്ലോ, തൊണ്ട് ചകിരിയോ ചിരട്ടയായി ഉണ്ടാവില്ല, അങ്ങനെയല്ലേ, ചിരട്ട ഉറച്ചുണ്ടാവില്ല, അത്രേ ആയിട്ടുള്ളൂ. അതിനെ നമ്മളെന്താ ചെയ്യുക, ഉപേക്ഷിക്കുക പതിവുള്ളൂ. ഈ ശരീരത്തിനെ നമ്മളെന്ത് ചെയ്യണം, ഉപേക്ഷിക്കുക തന്നെ വേണം. അത് ആവശ്യമില്ലാത്ത, ഇപ്പം നമ്മൾ അത് നാളികേരയച്ചാൽ കുറച്ച് ബാക്കിയായി, അപ്പോൾ വിഷമ, ചിരട്ട ഉറച്ചു, ശരീരം ഇനി വീണ്ടും വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഇളനീര് പോലെ നമ്മുടെ മനസ്സങ്ങോട്ട് ലളിതമാക്കി കഴിഞ്ഞാൽ, എത്രത്തോളം ലളിതമാക്കാൻ പറ്റും അത്രത്തോളം ജീവിതങ്ങൾ മുഴുവൻ ലാളിത്യം കുറച്ചെടുക്കുക, ഏറ്റവും മിനിമം മാത്രം ഭുജിക്കുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് ഇളനീരായി. അപ്പോൾ ഈ നാളികേരം ബാക്കി ഉണ്ടാവില്ല, ചിരട്ട ഉറക്കില്ല, പിന്നെ ശരീരം വേണ്ട എന്ന അവസ്ഥയിലെത്തും. ദേഹത്തിന് ജനിക്കുക, അതിങ്ങനെ മാറുക, വളരുക, നിലനിൽക്കുക, പിന്നെ ക്ഷയിക്കുക, നശിക്കുക, ഇങ്ങനെ 6 ഭാവമുണ്ട്. ഇനി ജീവനാണെച്ചാലോ അതില്ല. ജീവൻ ഒരു സച്ചിദാനന്ദ രൂപത്തിൽ, അത് പരമാത്മാവിൻ്റെ അതേ ഗുണം തന്നെ അതിനുള്ളത്. ആത്മാവ് നിത്യൻ സ്വതന്ത്രൻ പരിപൂർണൻ ഏകൻ സ്വയം പ്രഭൻ എങ്ങും നിറഞ്ഞവൻ സച്ചിദാനന്ദ സ്വരൂപനിലെങ്ങനെ ദുഃഖം തരുന്ന പ്രപഞ്ചത്തെ കണ്ടിടും കാണുന്നു നാം ഭ്രമിച്ചെന്നും ജഗത്തിനെ കാണണം ഛായയായി മാത്രം ഈ മിഥ്യയെ അജ്ഞാനം കൊണ്ട് കയറിൽ നാം പാമ്പിനെ കാണുന്ന പോൽ മാത്രമെന്ന് അതറിയണം. അപ്പോൾ പരമാത്മാവ് എന്നുള്ളത് നിത്യനാണ്, അത് സത്യമാണ്, സ്വതന്ത്രനാണ്, പരിപൂർണനാണ്, സ്വയം പ്രകാശം ചൊരിയുന്നവനാണ്, ഒന്നേ ഉള്ളൂ, എല്ലാ ദിക്കിലും നിറഞ്ഞു നിൽക്കണു, സച്ചിദാനന്ദത്തെ തരുന്നു, സച്ചിദാനന്ദത്തെ സ്വയം അനുഭവിക്കുന്നു. ഈ ജീവജാലങ്ങൾക്ക് പുണ്യവും പാപവും അനുസരിച്ച് ദുഃഖവും സുഖവും തരുന്നു. പ്രപഞ്ചത്തെ നിർമ്മിച്ചുകൊണ്ട് അതിൻ്റെ ഓരോന്നും കണ്ട് ഭ്രമിപ്പിക്കുന്നു. ഉപാസന കൊണ്ട് ആ ഭ്രമത്തെ ഇല്ലാണ്ടാക്കി ജ്ഞാനത്തെ നൽകിക്കൊണ്ട് ഇതിൽ നിന്ന് മോചനം വേണം എന്ന മുമുക്ഷു ഭാവത്തിൽ എത്തിക്കണു. സാത്വിക ഭാവം കൊണ്ട് ശുശ്രൂഷുവായി തീരണു. എന്തെല്ലാം കാര്യങ്ങളാണ് ഭഗവാൻ ഈ ഭൂമിയിൽ നമുക്ക് ഒന്ന് കണ്ണും ചെവിയും തുറന്നിരുന്നാൽ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ജ്ഞാനമുണ്ടെങ്കിൽ ഈ കയറിനെ പാമ്പായിട്ട് കാണില്ല, പാമ്പിനെ കയറായിട്ടും കാണില്ല. രണ്ടും രണ്ട് അബദ്ധം തന്നെയാണ് ചെയ്യുക. പൂതനയെ പോലെ പാമ്പിനെ കയറായിട്ട് മടിയിൽ വെച്ചാൽ മരണം തന്നെ. ഇനി കയറിനെ പാമ്പായിട്ട് പേടിച്ചാലോ അവനവൻ കഷ്ടത്തിലാവും, അത്രയേ ഉള്ളൂ. വിരാട്ട് എന്നുള്ളത് ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങളും, അതേപോലെ മായ എന്നതും, പിന്നെ ജീവാംശമായിട്ടുള്ള ഈ മഹത്തത്വം ശരീരം കിട്ടിക്കഴിഞ്ഞാൽ അഹം എന്നുള്ള ബോധത്തിലെത്തുന്നു. ഇതിനെ ഭഗവാനാൽ കോർത്ത അനവധി ജീവാംശങ്ങളാണല്ലോ വിവിധ ശരീരങ്ങളിലായിട്ട് നാനാത്വം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തമ്മിലൊരു ബന്ധമുണ്ട്, ഒരു കയർ ഇൻ ബിറ്റ്വീൻ ഉണ്ട്, മാല കോർക്കുന്നത് പോലെ. പൂക്കളെല്ലാം വ്യത്യാസമാണ്. അനവധി ഋതുക്കളിലുള്ള 6 ഋതുക്കളിലുള്ള പൂക്കളെ കോർത്ത മാലയാണല്ലോ വനമാല. അതിലൊരു നൂലുണ്ടാവും, ആ നൂല് ഈ സൂത്രാത്മാവാണ്, അത് ഭഗവാനാണ്. അതിൽ ഓരോ പൂക്കളും മഹത്താണ്. ഈ ഓരോ പൂക്കൾക്കും ഞാൻ എന്നുള്ള പ്രത്യേക ഭാവമുണ്ട്. ഇപ്പോൾ തെച്ചിപ്പൂവിൻ്റെ മണമല്ല തുളസിക്ക്. മറ്റ് പൂക്കൾ ഏതൊക്കെയാണ് താമര വെച്ചിട്ട് വെച്ചാൽ അതിൻ്റെ മണമല്ല, വ്യത്യാസമുണ്ട്. സ്വത്വം, അതാണ് അഹം. അതിലൊക്കെ ഈ ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങളുണ്ട്, എല്ലാ പൂക്കൾക്കും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഗുണങ്ങളും അവിടെ കിട്ടും. ഓരോന്നിനും ഓരോ ഔഷധ ഗുണം ഉണ്ടാവും, അതൊക്കെ കിട്ടും. ഇങ്ങനെ കാണാൻ സരാവണം നമുക്ക്. കാണും ജഗത്തെല്ലാം ഈശ്വരനെങ്കിലും ബ്രഹ്മമായി കാണരുതെന്നും ജഗത്തിനെ സൃഷ്ടികാലത്ത് ഇത് രണ്ടായി തീർന്നപ്പോൾ ഉണ്ടായി പുമാനും പ്രകൃതി മഹത്വമായി. അപ്പോൾ അതുകൊണ്ടാണ് നേതി എന്ന് പറയണം. ഇതും അത് തന്നെയാണ് എന്ന് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇതാണ് അത് എന്ന് പറയരുത്, അത്രയേ ഉള്ളൂ.
പിന്നെ അഹം ശേഷം സത്വരജസ്തമം ഇച്ഛയും ബന്ധവും ദുഃഖ സുഖങ്ങളും നാനാത്വവും അതിൽ സാക്ഷിയായി ഏകനായി മായ കൊണ്ടെല്ലാം മറച്ചും അവിദ്യയാൽ അസ്തിത്വം ചേർത്തിട്ട് അനുഭവിപ്പിച്ചുമായി മോഹജാലത്തിൽ പെടുത്തി മഹാമായ. അതായത് ഈ അഹംബോധം, ഞാൻ എന്നുള്ളത്, ഞാനിപ്പോൾ പറയുന്നത് എൻ്റെ ഈ ദേഹത്തെ ഉദ്ദേശിച്ച, ഞാൻ വടശ്ശേരി ഹരിനമ്പൂതിരി, പുരാണങ്ങളൊക്കെ എഴുതിയ ഒരാൾ, ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരാൾ എന്ന് ഞാൻ അഭിമാനിച്ചാൽ അത് അഹങ്കാരത്തിന് കാരണമാവും. അങ്ങനെ അഭിമാനിച്ചു വയ്ക്കുക, ജീവിതം നഷ്ടമായി, വിവേകബുദ്ധി ഇല്ല എന്നതിൻ്റെ അർത്ഥം. പക്ഷേ ഇത് മറ്റൊരാൾ വായിച്ചിട്ട് അതിൽ ഇന്നത് എനിക്ക് മനസ്സിലായിട്ടോ, അത് മുക്തിക്ക് ഒരു കാരണമായിട്ടോ ഈ ജ്ഞാനം, അതുകൊണ്ട് ഞാൻ ഇതൊക്കെ ചിലതൊക്കെ എന്നിൽ നിന്ന് ഞാൻ ഉപേക്ഷിച്ചിരിക്കണു, ഇപ്രകാരം പറയുകയാണെങ്കിലോ അതെൻ്റെ ജീവിതം സാർത്ഥകമായി. അപ്പോൾ ഈ ജ്ഞാനത്തെ കൊടുക്കുക എന്നത് നമ്മുടെ കടമയാണ്, കർത്തവ്യമാണ്. അത് കൊടുക്കാൻ സാധിച്ചു വെച്ചാൽ ഈ ദേഹത്തിലല്ല അസ്തിത്വമുള്ളത്, ഈ ജ്ഞാനത്തിലാണ് അസ്തിത്വമുള്ളത്. ഈ ജ്ഞാനത്തെ ഇപ്രകാരത്തിൽ കൊടുക്കാൻ സാധിച്ചു, ഈ ജീവിതം കൊണ്ട്, ഈ മനുഷ്യ ശരീരം കിട്ടി വിവേകം ഉപയോഗിച്ച് അത് ചെയ്യാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിതം സഫലമായി. ഉദാഹരണം പറഞ്ഞിരിക്കുന്നത്, ചുട്ടു പഴുത്ത ഇരുമ്പാം കനാലിലെ തേജസ്സു വിട്ടാൽ ഇരുമ്പായി മാറുന്ന പോലെ ഈ നമ്മിലെ ഈശാംശം ഭക്തിയാൽ ഈശ്വരനാവും മറിച്ചായാൽ മൂഢനാം. അപ്പോൾ നമ്മൾ ഇരുമ്പിനെ അങ്ങോട്ട് പഴുപ്പിച്ചു എന്ന് കൂട്ടാം, അത് ഇരുമ്പായിട്ടല്ല കാണുക, കനലായിട്ടാണ് കാണുക. ആ കനലാക്കുന്ന ഈ തീയനെ അവിടെ നിന്നും ഉപേക്ഷിച്ചാൽ, ഇപ്പോൾ ഇരുമ്പിനെ കനലാക്കണം വെച്ചാൽ വെറുതെ കനലാവില്ല, അതിൻ്റെ അടിയിൽ ഇന്ധനം ഇട്ട് കത്തിക്കുക തന്നെ വേണം. ഇലക്ട്രിക് ആയാലും വേണ്ടില്ല, ചിരട്ട ആയാലും വേണ്ടില്ല, മറ്റ് ഗ്യാസ് പറഞ്ഞില്ല, എന്തായാലും വിരോധമില്ല. ഒരു ഇന്ധനം കത്തിച്ച് ചൂടാക്കിക്കൊണ്ടേ ഇരുന്നാൽ മാത്രമേ അതിൽ ഈ പഴുപ്പിച്ച ഇരുമ്പ് കനലായിട്ട് കാണുള്ളൂ. ആ ഇന്ധനം ഇങ്ങോട്ട് വേർപെട്ട് കത്തിക്കൽ നിന്ന് കഴിഞ്ഞാൽ അത് വെറും ഇരുമ്പായിട്ട് മാറും. അതേപോലെയാണ് ഈ ശരീരം. ഈ ശരീരത്തിൽ ജീവൻ ഉണ്ടെങ്കിൽ അതിന് എല്ലാവിധ കഴിവുകളുമുണ്ട്, അത് കത്തി ജ്വലിക്കും. ആ ജ്വലിപ്പിക്കൽ ഇല്ല എങ്കിലോ അത് കുറയും തോറും ആ ശരീരം കൊണ്ട് ഒരു ഉപയോഗവും ഇല്ലാണ്ടാവും. അതിനെ നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ ഈ ഉപാസനയാകുന്ന പൂജ, വ്രത, ദാന, ഹോമാദികൾ ചെയ്യുക തന്നെ വേണം. പരോപകാരം ചെയ്ത് അങ്ങനെ ആയാൽ മാത്രമേ ഈ ഇരുമ്പായിട്ട് കനൽ കത്തുള്ളൂ. അതിന് നമ്മൾ പരിശ്രമിക്കാഞ്ഞാൽ അത് കാര്യത്തിൽ എത്തില്ല എന്ന് സാരം. അതിന് നമുക്ക് ഒറ്റയ്ക്ക് പറ്റില്ല, മറ്റൊരാളുടെ സഹായം വേണം. കറണ്ടാണെന്ന് വെച്ചാൽ സ്വിച്ചിടാൻ ഒരാൾ വേണം, ഗ്യാസ് വെച്ചാൽ കത്തിച്ച് തരാൻ ഒരാൾ വേണം. അത് കഴിഞ്ഞാൽ പിന്നെ ആൾ വേണ്ട. ഓലോക്ക് ഇങ്ങനെ കരുവാൻ വീശി ഇല്ല, അപ്പോൾ ഇതിന് പിടിക്കാൻ ഒരാൾ വേണം. അതാണ് സദ്ഗുരു. അതേപോലെ തന്നെ വേദം തൊട്ടുള്ള അറിവുകൾ, അത് ഇന്ധനാണ്. സദ്ഗുരു വേദവും നിത്യമനനവും അന്തർമുഖത്വവും നൽകുന്നു മുക്തിയെ. നമ്മൾ ജീവനെ പരമാത്മാവിൻ്റെ അംശമായിട്ട് കാണാൻ സാധിക്കുന്നു എങ്കിൽ അതുതന്നെയാണ് മുക്തിക്ക് കാരണം. അപ്പോൾ ജഗത്താം ജഡത്തെ ഉപേക്ഷിച്ച ഈശ്വരൻ ഞാൻ എന്ന തോന്നലുദിച്ചിടും. കർമ്മമില്ലാത്തവൻ, ദുഃഖമില്ലാത്തവൻ, ശുദ്ധൻ, അജൻ, ആത്മാ, അദ്വയൻ, വിദ്യവാൻ, മുക്തൻ, അഹം ബ്രഹ്മാസ്മി എന്നിങ്ങനെ ഒട്ടും പതറാതെ ചിന്തിക്കും സാധകൻ. അപ്പോൾ യഥാർത്ഥത്തിൽ എപ്പോഴേ ഈ ഈശ്വരനാവുള്ളൂ? ഈ ഒരു ഭാവത്തിലെത്തണം, ഞാൻ ഈശ്വരനാണ്. ഇത് സദ്ഗുരു ഉപദേശിച്ചു തന്നാൽ, അറിവുകൾ പൂർണ്ണമായാൽ, നിത്യം ഈ ഭഗവാനെ തന്നെ മനനം ചെയ്തുകൊണ്ട് ഈ ഉപാസന നിത്യം ചെയ്താൽ മാത്രമേ ഈ ജ്വലനം നടക്കുള്ളൂ എന്നർത്ഥം. അപ്പോഴേ അന്തർമുഖനാവാൻ സാധിക്കുള്ളൂ. ഔഷധം രോഗത്തെ എന്ന പോൽ മാനസം ഇന്ദ്രിയ വൃത്തിയെ തീർത്തും കളഞ്ഞിടും. ശുദ്ധമനസ്കനായി ഏകനായി സ്വസ്ഥനായി ആത്മാവിൽ വിജ്ഞാന ദൃഷ്ടിയാൽ ധ്യാനിച്ച് കണ്ടു പരമാത്മാ ബ്രഹ്മത്തെ ജ്ഞാനിയായി ബാഹ്യാന്തര ഭേദം വിട്ടു ലയത്തിനായി. ഇപ്പോൾ ശുദ്ധമനസ്കനാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നിർമ്മല ചിത്തം മാത്രമല്ല, ഈ വിജ്ഞാനം കൊണ്ട് വേണം പരമാത്മാവിനെ, ബ്രഹ്മത്തെ, ആ ബ്രഹ്മത്തിലേക്ക് ജീവനെ എത്തിക്കാൻ വേണ്ടതായിട്ടുള്ള ഒരു പുണ്യമുണ്ട്. ആ പുണ്യത്തെ അത് നേടിക്കഴിഞ്ഞാൽ മാത്രമേ ഈ ദേഹത്തെ വിടാൻ സാധിക്കുള്ളൂ.
ബാഹ്യവും ആഭ്യന്തരം, ബാഹ്യവും ഉള്ളിലും രണ്ടും ഇടണം നമ്മൾ. സർവജഗത്തും ലയിപ്പിക്കുക ആത്മാവിൽ ഓങ്കാര ബ്രഹ്മത്തെ സാധന ചെയ്യണം. സർവജഗത്തും ലയിപ്പിക്കാൻ ആത്മാവിൽ ഓങ്കാര ബ്രഹ്മത്തെ സാധന ചെയ്യണം. വിശ്വപുരുഷൻ അകാരവും തൈജസൻ എന്നും ഉകാരം മകാരമീ പ്രാജ്ഞനും. വിഷ്ണു അകാരം സൃഷ്ടാവുകാരവും രുദ്രൻ മകാരവും സത്വരജസ്തമം. സാധകൻ തൻ്റെ സമാധിയിലെത്തിയാൽ തീരും അവസ്ഥാത്രയം എന്നറിയണം. വിശ്വപുരുഷൻ അകാരം, വിശ്വൻ തൈജസൻ പ്രാജ്ഞൻ മൂന്നാണ്. അതിൽ വിശ്വൻ എന്നുള്ളത് അകാരം വിഷ്ണുവാണ്. തൈജസൻ എന്നുള്ളത് ഉകാരം, അത് സൃഷ്ടാവാണ് ബ്രഹ്മാവ്. മകാരം പ്രാജ്ഞൻ, അത് ശിവനാണ്. ഇങ്ങനെ കണക്കാക്കുക. എന്നിട്ട് അവസ്ഥാത്രയത്തെ മറികടക്കുക. ഇത് അവസ്ഥാത്രയാണ്. ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്നുള്ളത് അവസ്ഥകളാണ്. ഈ അവസ്ഥാത്രയത്തെ മറികടക്കാൻ സാധിക്കണം. ആദ്യം അകാരം ഉകാരത്തിൽ ചേർക്കണം. രണ്ടും മകാരത്തിൽ ചേർത്ത് വിമുക്തിക്കായി വിജ്ഞാനം ബ്രഹ്മമാണി വിജ്ഞാനം ബ്രഹ്മമാണി ഞാൻ എന്നിങ്ങനെ നിർമ്മലനായി സച്ചിദാനന്ദമഗ്നനായി ആത്മസുഖം നേടി എന്നിൽ രമിക്കണം. മുക്തിപദം എൻ്റെ പാദമായി കാണണം. അതായത് ഈ ശരീരം എന്നുള്ളത് ബ്രഹ്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ടു. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമുക്കത് വേണ്ട, ശരീരമേ വേണ്ട. അതിനെന്താണോ ഈ പ്രാരബ്ധമായിട്ട് വരുന്നത് അത് ഇനി നമുക്ക് വേണ്ട. അത് മുഴുവൻ ജ്വലിച്ച് കത്തിച്ച് കളഞ്ഞു. ഇനി ഒന്നും അതിലില്ല, ബാക്കിയില്ല. അത് മുഴുവൻ എവിടെയാണ് കൊണ്ട് എത്തിക്കേണ്ടത്? ഈ വിഷ്ണുവിലാണ്, വിശദീതി, അതിലാണ് കൊണ്ട് എത്തിക്കേണ്ടത്. അപ്പോൾ രജോ ഗുണവും പോയി, തമോ ഗുണവും പോയി. സംഹാരമില്ല, പിന്നെ സൃഷ്ടിയില്ല, ലയം മാത്രമേ ഉള്ളൂ. അത് പ്രപഞ്ചത്തിലുള്ള പാലകത്വമല്ല, ബ്രഹ്മത്തിൽ സ്ഥിരമായിട്ടുള്ള സ്ഥായി ഭാവ. അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഈ നിർമ്മല ചിത്തന് സച്ചിദാനന്ദത്തെ അനുഭവിക്കാൻ സാധിക്കുള്ളൂ. അപ്പോഴേ ആത്മസുഖം, ആത്മാരാമനായിട്ട് മുക്തിപദത്തിൽ എത്തുള്ളൂ. ഇങ്ങനെ വിസ്തരിച്ച് ആത്മതത്വ ഉപദേശത്തെ കൊടുത്തു ശ്രീരാമൻ ലക്ഷ്മണന് വേണ്ടിയിട്ട്. അത് നമുക്ക് വേണ്ടിയിട്ടാണ്. ശ്രീരാമനിങ്ങനെ ലക്ഷ്മണനോടോതി കാമാദി ശത്രു ജയം വരിച്ചിടുവാൻ. അപ്പോൾ കാമക്രോധ ലോഭ മോഹ മത മാത്സര്യം ഷഡ് വൈരികൾ, പിന്നെ പഞ്ചേന്ദ്രിയങ്ങൾ മനസ്സ്, ഷഡ് അരികൾ, കണ്ണാമൂക്ക നാക്ക തൊക്ക് തൊലി ചെവി മനസ്സ്, ഷഡ് അരികൾ ശത്രുക്കളാണ്. അതേപോലെ ആദി വ്യാധി ജര മൃത്യു വിശപ്പ് ദാഹം, ഇത് ഷഡ് ഊർമികൾ. അതേപോലെ ആധ്യാത്മികം, ആധ്യാത്മം, ആദിദൈവം, ആദി ഭൗതികം, ഇതൊക്കെ നമ്മൾ മറികടക്കണം. ശോകമോഹ ദുഃഖങ്ങൾ മറികടക്കണം. പഞ്ചക്ലേശങ്ങൾ, സപ്തവ്യസനങ്ങൾ, ഇങ്ങനെയൊക്കെ അതൊക്കെ മറികടക്കണം. എന്നിട്ടോ ധർമ്മത്തിലൂന്നി സമർപ്പിത കർമ്മങ്ങൾ കർത്തൃത്വം വിട്ട് ഭുജിക്കണം പ്രാരബ്ധം. രാവും പകലും ഈ എൻ്റെ നാമങ്ങളെ ആശ്രയിച്ചാൽ ബന്ധമൊക്കെ കളയും ഞാൻ. അപ്പം അതാണ് ഏറ്റവും പ്രധാനം. സദാസമയത്തും നാമം ചെല്ലുക. ദ്യൂതം പാനം സ്ത്രീയ സൂന, ഈ 4 ഒഴിവാക്കി തന്നെ വേണം. സപ്തവ്യസനങ്ങളിൽ പെട്ടതാ. അതുപോലെ ഈ ദണ്ഡപാരുഷ്യം, വാക്പാരുഷ്യം, ടാക്സ് പിരിക്കൽ, ഇതൊക്കെ ക്ഷത്രിയന്മാർക്ക് കുറച്ച് അധികം ഉണ്ടേ. അതൊക്കെ സപ്തവ്യസനങ്ങളിൽ പെട്ടതാ. അവിദ്യ, അസ്മിത, രാഗദ്വേഷ, അഭിനിവേശം, പഞ്ചക്ലേശങ്ങളാണ്. അതൊക്കെ ഒഴിവാക്കണമെന്ന് ഭഗവാൻ പ്രത്യേകം പറയാം. 36 ചീത്തകളാണത്. അതിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ പ്രാരബ്ധം തീരും. അങ്ങനെയാണ് പ്രാരബ്ധം തിന്നേണ്ടത്. പ്രാരബ്ധം തിന്നണം. ശോക ഭയ ദുഃഖം ഇന്നലെ നാളെയും ഇന്നും വരും ക്രമാൽ പൂർവജന്മകൃതം. പ്രാരബ്ധം തിന്നണം, വർത്തമാനം വിടാം, സഞ്ചിതം തീർക്കുവാൻ ഭക്തിയോടോദനം. പശ്ചാത്തപിച്ചിട്ട് ആത്മനിവേദനം ചെയ്യൂ ഭഗവാന് സർവസമർപ്പണം. വെള്ളം സമുദ്രത്തിൽ പാലിലെ വെണ്ണ പോൽ, ഖമ്മിലെ വായു പോൽ ആത്മാംശമീ ജഗത്. ഇങ്ങനെ ചിന്തിച്ചു ജീവനെ എന്നിൽ നീ ചേർക്കൂ പരമാത്മാ പൂർണ്ണലയത്തിനായി. എപ്പോൾ അഭിന്നത കാണാൻ കഴിഞ്ഞുവോ അപ്പോൾ മുതൽ ജീവൻ മുക്തനായി തീർന്നിടും. വേദാദി സർവപ്രമാണങ്ങളും സദാ മുക്തിമാർഗങ്ങൾ പറയുന്നു എങ്കിലും
വീക്ഷണ വ്യത്യാസം കൊണ്ടു ഗ്രഹിച്ചിടാ സത്യത്തെ എൻ്റെ അനുമോദനം വിനാ. സർവമീ ഞാനെന്ന് തോന്നും വരെ എന്നും മുട്ടാതെ ചെയ്യണം ഭക്തനായി സേവനം. എന്നെ സദാ ഭക്തിയോടെ ഭജിക്കുകിൽ കാണാം സുഹൃത്തിലെ സുന്ദര രൂപവും. വേദത്തിൻ സാരവും ഗൂഢരഹസ്യവും നന്നായി ഉപദേശം തന്നു നിനക്കു ഞാൻ. ആരിത് നിത്യം മനനം നടത്തുമോ ആ പുണ്യവാൻ പാപമുക്തനായി തീർന്നിടും. അല്ലയോ ലക്ഷ്മണ കാണും പ്രപഞ്ചത്തെ മിഥ്യയെന്നെപ്പോഴും ചിന്തിച്ചു കൊള്ളണം. എല്ലാം ത്യജിച്ചും മനഃശുദ്ധി നേടണം. ആനന്ദമഗ്നനായി ദുഃഖം വെടിയണം. നിർഗുണനായോ സഗുണനായോ എന്നെ നിത്യം ഭജിക്കുന്നുവെങ്കിൽ ഗുണാതീതൻ ഞാനും അവനും സമാനായി തീർന്നിടും. ലോകത്രയം ശുദ്ധമാക്കും അവൻ സ്വയം. സൂര്യകിരണം പോൽ തൃപ്പാദധൂളിയാൽ സർവർക്കും ചിത്തമാലിന്യം കളയുവാൻ. ഭക്തനാവാൻ ശ്രേയോ പന്ഥാവു കാട്ടുവാൻ ഞാനും അവനെന്നും നൽകും അനുഗ്രഹം. വേദവേദാന്ത ഉപനിഷൽ സാരത്തെ വിജ്ഞാനവത്തായി പറഞ്ഞൊരൻ വാക്കുകൾ നീ കേട്ടതൊക്കെ ഗുരുഭക്തിയോടൊത്ത് നിത്യം ശ്രവിക്കുകിൽ മുക്തനായി തീർന്നിടും. എന്നിലും നിന്നിലും എൻ വാണിയിങ്കലും ഭക്തിയും ശ്രദ്ധയുമൊത്ത് പഠിക്കുകിൽ നിന്റെ മനോവാക് ശരീര പ്രവൃത്തി ഞാൻ സാരൂപ്യമുക്തിക്കായി സ്വീകരിക്കും സുധാ. ഇങ്ങനെ മുക്തിമാർഗത്തെ പറഞ്ഞു കൊടുത്തു ഈ രാമഗീത. ആരാണോ ഇങ്ങനെ മുക്തിമാർഗത്തെ രാമഗീത പഠിച്ചുകൊണ്ട് ഇതിനു വേണ്ടി ഞാൻ ശ്രമിക്കും എന്ന് ഉറപ്പിച്ച് രാമ എന്ന് ജപിക്കുന്നത് അവർക്ക് ഭഗവാൻ ഇഹസുഖങ്ങൾ തരുകയും ചെയ്യും, ഒടുക്കം മുക്തിയും തരും. അതിന് ഭഗവാൻ സീതാരാമേന്ദ്രന്മാരും ഹനുമാനും നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഹനുമാൻ സീത, ശ്രീരാമൻ, ഹനുമാൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ. പിന്നെ ഈ രാമായണത്തിൽ ഉൾപ്പെട്ടതായിട്ടുള്ള എല്ലാ കഥാപാത്രങ്ങളും അതിൽ സാത്വികരുണ്ടാവും, രാജസരുണ്ടാവും, താമസരുണ്ടാവും. അതിൽ അവരെല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഭാഗധേയങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് പഠിക്കാനും അവരിലൂടെ നമുക്ക് വേണ്ടതിനെ എടുക്കാനും വേണ്ടാത്തതിനെ ഒഴിവാക്കാനും സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കുന്നു. സർവം ശ്രീരാമാർപ്പണമസ്തു. ശ്രീ സീതാരാമേന്ദ്രാഭ്യാം നമോ നമ. ഞാൻ വടശ്ശേരി ഹരിനമ്പൂതിരി. 9048039304 എൻ്റെ ഫോൺ നമ്പർ. ഞാൻ ശ്രീമദ് ഭാഗവതം തർജ്ജമ ചെയ്ത് ഒന്ന് സംഗ്രഹിച്ചിട്ടാണ് പരിഭാഷയായിട്ട് എഴുതിയിരിക്കുന്നത്. അത് സപ്താഹയജ്ഞമായിട്ട് സാധാരണ എങ്ങനെയാണോ മൂലം ഭാഗവതം പാരായണം ചെയ്യുന്നത് സപ്താഹമായിട്ട്, അതേപോലെ തന്നെ ഡിറ്റോ, വ്യത്യാസങ്ങളൊന്നുമില്ല, അതേപോലെ ചെയ്യാറുണ്ട്. രാമായണം സപ്താഹമായിട്ട് പതിവുണ്ട്. അതേപോലെ ഈ പഞ്ചാഹമായിട്ട് പതിവുണ്ട്. 3 ദിവസം കൊണ്ട് പതിവുണ്ട്. പിന്നെ ഇത് ബാലഭാഷിതം എന്ന പേരിലാണ് രാമായണം എഴുതിയത്. ദേവീ മഹാത്മ്യം ഏകാഹമായിട്ട് പതിവുണ്ട്. അതേപോലെ ഇപ്പോൾ ശിവപുരാണം എഴുതി കഴിഞ്ഞിട്ടുണ്ട്. അത് പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. ശ്രീമദ് ഭഗവത്ഗീതയും ഇതേപോലെ തന്നെ എഴുതിയിട്ടുണ്ട്. മുഴുവൻ കാകളി വൃത്തത്തിലാണ്. അതായത് 48 അക്ഷരമുള്ള ശ്ലോകമെന്ന നിലയ്ക്ക് ഒറ്റ വരിയായിട്ട് വായിക്കാവുന്ന രീതിയിലാണ്. പദ്യമായിട്ടും ഗദ്യമായിട്ടും വായിക്കാം. ഈ എഴുതിയത് 7 രാഗങ്ങളിൽ ഏതായാലും വായിക്കാമെന്നുള്ളത്, അല്ലെങ്കിൽ വായിക്കാമെന്നല്ല, പാട്ട് പാടുന്ന രീതിയിൽ തന്നെ പാടാമെന്നുള്ളത് പാട്ടുകാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഈ പുസ്തകം വാങ്ങണമെന്നും ഞാൻ വിനീതമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ 3 എണ്ണത്തിൻ്റെ വിലയായിട്ട് എടുക്കുന്നത് 1200 രൂപയാണ്, പോസ്റ്റൽ ചാർജ് ഉൾപ്പെടെ. അതേപോലെ ഭദ്രകാളി മഹാത്മ്യവും ദാരുകവധം കഥ എന്ന രീതിയിൽ ഗദ്യമായിട്ട് ചെറിയ ഒരു പുസ്തകം കൂടിയുണ്ട്. ഇതെല്ലാം ഭഗവാൻ സ്വീകരിക്കുമാറാകട്ടെ. ഭക്തജനങ്ങളും സ്വീകരിക്കണം. ഇനി ഈ പുസ്തകങ്ങളെ സ്വീകരിച്ചുകൊണ്ട് അതിൻ്റെ വില തരുമ്പോൾ എനിക്കും ഒരു പ്രോത്സാഹനമാണ്. അടുത്ത ശിവപുരാണം കൂടി പ്രസിദ്ധീകരിക്കാൻ എനിക്ക് അത് ഒരു പ്രചോദനമാവും.